ഹലോ ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു എഡ്ജ് വാലി 2.0. +1 കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അത് അന്ന് മുതൽ തുടങ്ങാണ് കേട്ടോ. കാരണം +1 കുട്ടികൾ ഒരുപാട് പേര് മിസ്സിന് മെസ്സേജ് അയക്കുന്നുണ്ട്. +1 കോഡിങ് വീഡിയോ ചെയ്യോ, +1 എന്തെങ്കിലും ഒരു ക്ലാസ്സുകളൊക്കെ ഇടുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ആദ്യമായിട്ട് +1 കുട്ടികളോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത്. സത്യം പറഞ്ഞാൽ അത് നിങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ എക്സാമിനെ കുറിച്ചും നിങ്ങൾക്ക് അറിഞ്ഞതും അറിയാത്തതുമായ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്പെഷ്യലി പറയാനായിട്ട് പോകുന്നത്. അതായത് +1 കൊമേഴ്സ് കുട്ടികളുടെ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ടൈം ടേബിളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. അതിന് മുന്നേ നിങ്ങളോടൊരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മളെ കൊമേഴ്സ് സബ്ജക്റ്റുകളായ എല്ലാ വിഷയങ്ങളും നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യണം ഈ ചാനൽ. നിങ്ങൾ ആരെങ്കിലും കാണാത്തതുണ്ട് എങ്കിൽ, ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ +1 കുട്ടികൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവർ വീണ്ടും ഒരു പബ്ലിക് എക്സാം എഴുതാൻ പോവുകയാണ് അല്ലേ. അപ്പം നിങ്ങൾ അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ +1 റിസൾട്ട് നല്ല രീതിയിൽ തന്നെ പബ്ലിഷ് ആവും. അതായത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ +2ലെ റിസൾട്ടിനോട് കൂടി ക്ലബ് ചെയ്തിട്ട് മാത്രമേ നമ്മുടെ ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്യുള്ളൂ. അതായത് +1 റിസൾട്ട് പബ്ലിഷ് ചെയ്യാന്ന് വെച്ചാൽ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, പക്ഷെ ഈ ഒരു മാർക്കും കൂടി നിങ്ങളുടെ +2ൻ്റെ കൂടെ ആഡ് ചെയ്ത് 200, അതായത് ഇപ്പോൾ ഒരു സബ്ജക്റ്റ് 100ലാണ് എക്സാം എങ്കിൽ 200ലുള്ള എക്സാമിൻ്റെ റിസൾട്ടായിട്ടാണ് നമുക്ക് മാർക്ക് ലിസ്റ്റിലെല്ലാം കാണുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ കൂടുതൽ പേര് ഇമ്പോർട്ടൻസ് കൊടുക്കുക +2നായിരിക്കും. പക്ഷെ മിസ്സിൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ +1 കുട്ടികൾ, ഇപ്പോൾ +1ൽ പുതുതായിട്ട് ചേർന്ന് +1 എക്സാം ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന കുട്ടികളോട് പറയാനുള്ളത്, നന്നായി പഠിച്ചോളാം. കാര്യം നമുക്ക് പണ്ട് ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇമ്പ്രൂവ്മെന്റ് ഓപ്ഷൻ ഉണ്ട്, ഇല്ല എന്ന് മിസ് പറയുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ +2 എക്സാം എഴുതുമ്പോൾ അതിനോടൊപ്പം തന്നെ +1 എഴുതണം. അതായത് മാർച്ചിലായിരിക്കും നമുക്ക് +2 എക്സാം എപ്പോഴും വരിക. ഈ മാർച്ചിൽ നിങ്ങൾ +1 ഇമ്പ്രൂവ്മെൻറ്റും +2 കൂടി ഒരുമിച്ച് ക്ലബ് ചെയ്തിട്ട് വേണം എഴുതാൻ. അതായത് 6 വിഷയം പഠിക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ 7, 8, 9 സബ്ജക്റ്റോ ഇമ്പ്രൂവ്മെൻറ്റ് കാരണം പഠിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ലാത്ത മാർക്ക് എനിക്ക് വേണം, അതാണ് നിങ്ങൾക്കിപ്പോൾ മൈൻഡിൽ വേണ്ടത്. എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണ്ട, ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ലാതെ എനിക്ക് ഡബിൾ പാസ്. കുറേ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള റീസൺ? നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. അതിന് മുന്നേ നമ്മുടെ ടൈം ടേബിൾ ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ടൈം ടേബിൾ. നമുക്ക് 6ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യും. മാർച്ച് 2025 മാർച്ച് 6ാം തീയതിയാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് ലാംഗ്വേജിൽ തുടങ്ങി നല്ല ഗ്യാപ്പ് ഉണ്ട്. 4 ഡേയ്സ് കഴിഞ്ഞ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓപ്ഷണലായ കുട്ടികൾക്ക് എത്ര ദിവസം കഴിഞ്ഞിട്ട് ബിസിനസ് സ്റ്റഡീസ് വരുന്നത്? എബൌട്ട് 10, എന്താ പറയുക, നമുക്ക് 10 ദിവസം എന്ന് വേണമെങ്കിൽ ഗ്യാപ്പ് പറയാം സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാത്ത കുട്ടികൾക്ക്. എങ്കിലും സ്റ്റാറ്റ് എടുത്ത കുട്ടികൾക്ക് പിന്നെയും 4 ദിവസം കഴിഞ്ഞിട്ടാണ് ബിസിനസ്. പിന്നെയും നല്ലൊരു 3 ഡേയ്സ് നമുക്കിവിടെ ഗ്യാപ്പ് ഉണ്ട്. എന്ത് പഠിക്കാനായിട്ട്? അക്കൗണ്ടൻസി പഠിക്കാനായിട്ട്. 2 ഡേയ്സ് ഗ്യാപ്പ് ഉണ്ട് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പഠിക്കാൻ. കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇല്ലാത്ത കുട്ടികൾക്ക് 1 വീക്ക് എബൌട്ട് ഗ്യാപ്പ് ഉണ്ട്. എന്തിനെ? ഇക്കണോമിക്സ് പഠിക്കാൻ. പിന്നെ 2 ഡേയ്സ് ആണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്? ഇംഗ്ലീഷ് പഠിക്കാൻ. ഈ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു ദിവസം 2 ഡേയ്സ് എന്ന് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും നമുക്ക് നല്ല ഗ്യാപ്പ് ഉണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മാർച്ച് അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ പഠിത്തം തുടങ്ങിയാൽ മതി. അത് ഫെബ്രുവരിയിൽ പഠിത്തം തുടങ്ങണം എന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എല്ലാ ചാപ്റ്റർ വൈസുമായിട്ടുള്ള പരിചയം ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കാണാപ്പാഠം പഠിക്കാനോ പഠിത്തം തുടങ്ങാനോ അല്ലാണ്ട് പറയുന്നത്. ഇപ്പോഴത്തെ മാസം ജനുവരിയാണ്. നിങ്ങളോട് ഇത് പറയാനും നിങ്ങൾക്കിപ്പോൾ എത്ര പറഞ്ഞാലും മേ ബി കുറേ പേര് അതൊക്കെ ആ സമയത്ത് കിട്ടും, അതിപ്പോൾ ജസ്റ്റ് പാസ്സായാൽ മതി, +2ൽ പാസ്സായാൽ മതി. അങ്ങനെയല്ല, ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും എത്തരുത്. +1ൽ എനിക്ക് മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ 80ലാണ് നിങ്ങൾ എഴുതുന്നത് എങ്കിൽ അതിൽ 80ൽ 80ഉം വേണം. നിങ്ങൾക്ക് 60ലാണ് എക്സാം എങ്കിൽ 60ൽ 60ഉം വേണം. ബിക്കോസ് +2 എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ഇപ്പോഴത്തെ +1 അക്കൗണ്ടൻസി ഈസി ഇമ്പോർട്ടൻറ്റ്. കാരണം അക്കൗണ്ടൻസിനെ കുറിച്ച് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ +1 അക്കൗണ്ടൻസി വളരെ എളുപ്പമാണ്. മിസ്സിൻ്റെ ഒരു അഭിപ്രായത്തിൽ നോക്കുമ്പോൾ ഏറ്റവും എളുപ്പമാണ് +1 അക്കൗണ്ടൻസി. എന്നാൽ +2ലേക്ക് കടന്നാലോ AFS കുട്ടികളൊക്കെ നീതി വലിയ 2 സബ്ജക്റ്റ് ഉണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അത് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ +1 അക്കൗണ്ടൻസിൽ നിങ്ങൾ എങ്ങനെയും 100ൽ 100 വാങ്ങിച്ചോളാം. അതായത് 20 മാർക്ക് C മാർക്ക് ഉൾപ്പെടെ AFS കുട്ടികൾ 100ൽ 100 വാങ്ങാം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസ് 80ൽ 80ഉം വാങ്ങാം. എന്നാലും നിങ്ങൾക്ക് തികയില്ല +2ലെ മാർക്ക്.
അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ക്യാൻസൽ ചെയ്യാം. ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് വേണ്ട. കാരണം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ വളരെ എളുപ്പമൊന്നുമില്ല. നമുക്ക് സെപ്റ്റംബറിലും ഒക്ടോബറിലൊക്കെ എക്സാം ഉള്ള സമയത്ത് നമുക്ക് പ്രശ്നമില്ലായിരുന്നു, നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് മാത്രം പഠിക്കാൻ പറ്റും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. മാർച്ചിൽ നിങ്ങൾ +2 എക്സാം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇമ്പ്രൂവ്മെൻറ്റും ചെയ്യണം. ഇപ്പോഴത്തെ +2 നിങ്ങൾ സീനിയേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഇനി ആരൊക്കെയാണ് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്ന കുട്ടികൾ ഒന്നുകിൽ ഫെയിൽഡായ കുട്ടികളായിരിക്കും. ഇപ്പോൾ +1 റിസൾട്ട് വന്ന് ഫെയിൽഡ് ആയവർ, അല്ലെങ്കിൽ ഡബിൾ പാസ് ഫെയിൽഡ് ആവാന്ന് വെച്ചാൽ 24 മാർക്ക് അല്ലെങ്കിൽ 18 മാർക്ക് 60 കേട്ടോ, 48 മാർക്ക് 38 മാർക്ക്, ഇതൊന്നുമില്ലാത്ത കുട്ടികളാണ് ഇമ്പ്രൂവ് ചെയ്യുക. മാക്സിമം ഭൂരിപക്ഷം ഇങ്ങനെയാണ് ചെയ്യുക. ചില കുട്ടികൾ A+ കുറവുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യും. ചിലർക്ക് 1200 1200 മാർക്കും വേണം എന്നുള്ള കുട്ടികളുണ്ട്, അവർക്കും ഇമ്പ്രൂവ്മെൻറ്റ് ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് മാക്സിമം ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കളഞ്ഞേ പറ്റും. ഓക്കെ, അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് വേണ്ട. അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇന്ന് തൊട്ട് പഠിത്തം തുടങ്ങാം. മെല്ലെ പഠിച്ചാൽ മതി, നല്ല സ്പീഡിൽ, അല്ലെങ്കിൽ കുറേ ഗ്യാപ്പ് ഇട്ടിട്ടൊന്നും എന്താ പറയുക ഒരുപാട് ഇപ്പം തന്നെ പഠിച്ചു തീർക്കട്ടെ, അങ്ങനെയല്ല. ഇന്ന് January 8 ആണ്. നമുക്ക് ജനുവരിയിൽ ഒരു 20 ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 20 ഡേയ്സ് ആണ്. ഫെബ്രുവരിയിൽ നമുക്കൊരു 28 ഡേയ്സ് നമുക്ക് കൂട്ടാം, 48 ആയി. മാർച്ച് 6 നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. മാർച്ച് 6 എന്ന് പറയുമ്പോൾ നമുക്കൊരു 3 ദിവസം കൂട്ടിയാൽ മതി. ബാക്കിയുള്ള 3 ദിവസം നമ്മൾ ഫസ്റ്റ് എക്സാമിന് പഠിക്കാം. നിങ്ങളിപ്പോൾ ഇത് കൂട്ടിയാൽ 20, 48, ഒരു 50 ഡേയ്സ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മാക്സിമം ഉള്ളൂ. കയ്യിൽ മാക്സിമം ആണ്, മിനിമം അല്ല, മാക്സിമം. ഈ 50 ഡേയ്സിൽ നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കാൻ ഗ്യാപ്പ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോബ്ലം പേപ്പറുകൾ ആദ്യം പഠിക്കുക, പിന്നെ തിയറിയിൽ വലിയ വലിയ മാർക്ക് പഠിക്കുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് റെഫർ ചെയ്യാം. ഇനി നമ്മുടെ കൊമേഴ്സ് കുട്ടികൾക്ക് ഈ പറഞ്ഞ 6 വിഷയങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സബ്ജക്റ്റ് അക്കൗണ്ടൻസി ആണ്. പിന്നെ മാത്രമല്ല, അക്കൗണ്ടൻസിൽ ഫുള്ള് വാങ്ങാനും ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കാരണം ഈ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നമുക്ക് അടുത്ത വർഷം വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടും ഈ വർഷം വളരെ എളുപ്പമുള്ളത് കൊണ്ടും നിങ്ങളതിൽ ഫുള്ള് വാങ്ങണം. ഓക്കെ, ഇനി ഈ അക്കൗണ്ടൻസിലെ ഫസ്റ്റ് പാർട്ട് ഒന്നും ഓർമ്മയില്ല മിസ്, ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആയിരിക്കാം സ്കൂളുകളിൽ, അത് മാത്രമേ ഓർമ്മയുള്ളൂ എങ്കിൽ മിസ് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ച് തുടങ്ങിയിട്ടുണ്ട് അക്കൗണ്ടൻസി ഓൺലി ആയിട്ട് 30 ഡേയ്സിന്. ഓക്കെ, 30 ഡേയ്സിന് നമ്മളൊരു ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് +2 ഇമ്പ്രൂവ് ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമല്ല, നിങ്ങൾ ഇപ്പോഴത്തെ +1 കുട്ടികൾക്കും ജോയിൻ ചെയ്യാം അക്കൗണ്ടൻസിയിൽ. അപ്പോൾ അക്കൗണ്ടൻസിനെ കുറിച്ച് നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. അതാ 30 ദിവസത്തെ ക്ലാസ്, 30 ദിവസമാണ് നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മിസ് ഈ അക്കൗണ്ടൻസി എടുത്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് January 10 മുതൽ February 10 വരെയാണ് നമ്മുടെ ക്ലാസ്. ഇനി നമ്മൾ 500 രൂപ മാത്രമാണ് നമ്മൾ അക്കൗണ്ടൻസിയുടെ ഫീസ്. ഈ 500 രൂപ തന്നെ ഈ മന്ത് കംപ്ലീറ്റ് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കും 30 ദിവസം. നമ്മൾ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ എടുക്കും. പിന്നെ എന്തൊക്കെ ചെയ്യാന്നറിയോ? 8 മാർക്കിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ സ്പെഷ്യലി എടുക്കും. ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യും. റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് ഉണ്ടാവുക. ഒപ്പം തന്നെ ലൈവ് ക്ലാസ് ആദ്യം ഉണ്ടായിരിക്കും, പിന്നീട് നിങ്ങൾക്കത് റെക്കോർഡഡ് ക്ലാസ് ആയിട്ടും കാണാം. നമ്മുടെ ടൈം എന്ന് പറയുന്നത് നൈറ്റ് ഷെഡ്യൂൾ ആയിരിക്കും. നൈറ്റ് ഒരു 8 o'clock മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു 1 hour ക്ലാസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾക്ക് അക്കൗണ്ടൻസിയുടെ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കണമെന്നുണ്ട് എങ്കിൽ മിസ്സിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. മിസ്സിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് യൂട്യൂബിൽ ഇങ്ങനെയാണ് മിസ് ക്ലാസ് എടുക്കുക. നിങ്ങൾക്ക് യൂട്യൂബ് ലൈവ് സ്ട്രീം പ്രൈവറ്റ് ലിങ്ക് വഴി നിങ്ങൾ ക്ലാസ് എടുക്കുന്നത് 500 rupees ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം? മിസ്സിനൊന്ന് കോൺടാക്ട് ചെയ്യാം. അക്കൗണ്ടൻസിനെ കുറിച്ചുള്ള ആ ഒരു പേടിയും ടെൻഷനൊക്കെ ഉള്ള കുട്ടികളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. അക്കൗണ്ടൻസി എന്ന് കേൾക്കുമ്പോൾ തന്നെ തല ഇറങ്ങുന്നവരെ മാത്സ് ആണെന്ന് വിചാരിച്ചിട്ട് മാത്സിൻ്റെ ബുദ്ധിമുട്ടുള്ള ഒരു മാത്സും ഇല്ല അതിൽ. നമുക്ക് കാൽക്കുലേറ്ററിൽ കൂട്ടാനും കുറയ്ക്കാനും അറിയോ, അത്ര മാത്രം നമുക്കിവിടെ മാത്സിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് കോമൺ സെൻസ്, പിന്നെ കുറച്ചൊരു കഥ പോലെ പഠിക്കുക, പിന്നെ ഒരു ഓർഡർ വൈസ് പഠിക്കുക. പിന്നെ അക്കൗണ്ടൻസിൻ്റെ വിഷയം കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുക. അതായത് ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഒരുപാട് പേര്, അവർ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞൊരു പേടിപ്പിക്കുന്ന ആ ഒരു സബ്ജക്റ്റിനെ നല്ല സിമ്പിളായിട്ട് മറികടക്കാനായിട്ട് പറ്റും. അപ്പോൾ +1 നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങൾ ഈ ഒരു മന്തിലെ, ഇപ്പോൾ February 10 എന്ന് പറഞ്ഞ മന്തിലെ അക്കൗണ്ടൻസി കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും അതുപോലെ പ്രോബ്ലംസും നിങ്ങളെ കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള സബ്ജക്റ്റ് പഠിച്ചാൽ പോരെ. എക്സാമിൻ്റെ സമയമാണെങ്കിൽ പോലും പിന്നീട് നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് ഒന്നും കൂടി ക്ലാസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഈ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ഓൾറെഡി അവൈലബിൾ ആണ് നമ്മളെടുത്ത ലൈവ് ക്ലാസ്സിൻ്റെ. ഇപ്പോൾ മിസ്
നിങ്ങൾക്ക് എങ്ങനെയാണോ ക്ലാസ് എടുക്കുന്നത് ഇതേപോലെയാണ് ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ +1 കുട്ടികൾക്ക് ആർക്കെങ്കിലും അക്കൗണ്ടൻസി ക്ലാസ് വേണം, മിസ് ഞങ്ങൾക്കൊന്നും അറിയില്ല, ബേസിക് പോലും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മിസ്സിൻ്റെ പേഴ്സണൽ നമ്പർ ഇവിടെ തരുന്നുണ്ട്. ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് അയക്കുക, 7907664613. ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് ഹായ് അയച്ചിട്ട് +1 അക്കൗണ്ടൻസി ക്ലാസ് എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഇമ്പ്രൂവ്മെൻറ്റ് ആണല്ലോ, ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ് ആണല്ലോ എന്ന് വിചാരിക്കേണ്ട, രണ്ടും സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ ഇത് വേണ്ടാന്നുള്ളവർ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടൻസിയും സബ്ജക്റ്റും എല്ലാം നോക്കിയിട്ട് +1 ആദ്യം നിങ്ങളൊന്ന് കയ്യിലൊതുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ ഇതൊന്ന് മിസ് പറഞ്ഞ കാര്യങ്ങൾ മൈൻഡിൽ ഇരിക്കുക. അതായത് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കളയുക, ഫുള്ള് വാങ്ങണം, എങ്കിലേ എനിക്ക് +2 നല്ല രീതിയിൽ ടെൻഷൻ ഇല്ലാതെ ഒരു വർഷം കഴിയാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിൽ എപ്പോഴും ആലോചിച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമുക്ക് വെറും 50 ദിവസം ഇനി കയ്യിലുള്ളൂ. ഓരോ മിനിറ്റും ഓരോ ഡേയും നമ്മളെ കയ്യിൽ നിന്ന് കൊഴിഞ്ഞു പോകാമെന്നും കൂടി നിങ്ങൾ ഓർക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക്